തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരി കന്യാകുമാരിയിൽ എത്തിയതിന് സ്ഥിരീകരണമില്ല. റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന വേണമെന്നാവശ്യപ്പെട്ട് RPF ചെന്നൈ റീജിയന് കേരള പോലീസ് കത്ത് നൽകി. പാറശാലയ്ക്കും കന്യാകുമാരിക്കുമിടയിലുള്ള ഇരണിയൽ, കുഴിത്തുറ, നാഗർകോവിൽ തുടങ്ങിയ സ്റ്റേഷനുകളിലും പരിശോധന നടത്തും. കന്യാകുമാരിയിലെ തെരച്ചിൽ 6-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ കുട്ടിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഒന്നും തന്നെ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം കുട്ടിയുടെ കുടുംബത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യം, കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ലെന്ന് പോലീസ്. അവർ കൂടെ അവർ തങ്ങളിലില്ല, ഭാര്യ ഭർത്താവായിട്ടില്ല. ഈ പിള്ളേർ തങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവരിടപെടാറുണ്ട്. അപ്പോൾ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും ചെയ്യും. അപ്പോൾ തള്ള ഇത് കണ്ടുകൊണ്ട് തള്ള ആരെങ്കിലുമൊക്കെ തല്ലും. അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങൾ ഡെയിലി മിക്കവാറും ഒക്കെ ഉണ്ട്. ഒക്കെ ആയപ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത്. ഞാൻ വെളിയിലോട്ട് 1 മണിയായപ്പോൾ ഇറങ്ങിയപ്പോൾ ഇളയ കുഞ്ഞ് അവിടെ ചാക്കിൻ്റെ മേലിൽ കിടക്കുന്നു. അപ്പോൾ എന്നാൽ അതിൻ്റെ സ്ഥിരം പണിയാണല്ല എന്ന് വിചാരിച്ച് അങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് തള്ള വന്നിരുന്നു പേങ്ക് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തോ പറയാൻ പറ്റും, അവർ വീട്ടിൽ അവരിരുന്ന് പേങ്ക് കൊന്നു, മക്കൾക്ക് പേങ്ക് കൊന്നു കൊടുക്കുക. എല്ലാ പിള്ളേരും ഒരുപോലെ. പിന്നെ നമ്മളുടെ കണ്ട മിണ്ടയൊന്നുമില്ല. പിന്നെ എന്താ ഏതാന്ന് അങ്ങനെ ആക്കിയിട്ട് തലയാട്ടിട്ട് മൂത്ത കൊച്ചു ഒന്നും മിണ്ടിയിട്ടില്ല, ഇന്നോളൂ. ബാക്കി ഈ രണ്ടാമത്തെ കൊച്ചാണെങ്കിൽ ചുമ്മാ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കൊഞ്ഞനം കാണിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള പണിയൊക്കെ ഉണ്ട്. ഇരിക്കുമ്പോഴത്തേക്ക് എന്താണ് അവരെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ അതെടുത്ത് വെച്ച് അങ്ങ് അടിച്ചു കൊടുക്കും. കുറുക്കല്ലെങ്കിൽ കുറുക്കൽ, തലയിലെ ഇതുകൾ കൊല്ലണത് തന്നെ. കുട്ടികൾ അപ്പോഴും എന്ന് പറഞ്ഞ് ഒതുങ്ങി അങ്ങ് പോകും. കുട്ടിയായിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നോ? സംസാരിക്കാൻ അങ്ങനെ എനിക്ക് കുട്ടി പൊട്ടിക്കരയുകയല്ല, വിങ്ങി ഇങ്ങനെ കരയുകയായിരുന്നു. കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു. വസ്ത്രധാരണം കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നി അങ്ങനെ പേടി തോന്നി. ഞാൻ ഫോട്ടോ എടുത്തിട്ട് കൂടി എൻ്റെ അടുത്ത് ദേഷ്യഭാവം പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കരുതി എന്നെ ദേഷ്യപ്പെടും എന്ന് കരുതി. അങ്ങനെ ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാത്തത്. ഒരു ഫോട്ടോ മാത്രം എടുത്ത് വെച്ചിരുന്നതാണ്. ഞാൻ എന്നിട്ട് നെയ്റ്റിങ്ങിൽ ഇറങ്ങി ഞാൻ വന്നു. അത്രേ ഉള്ളൂ. ബബിത എത്ര നേരം, ബബിത കറക്റ്റ് എവിടെ നിന്നാണ് ട്രെയിനിലോട്ട് എവിടെ നിന്നാണ് കയറിയത്? കറക്റ്റ് സ്റ്റേഷൻ എവിടെ നിന്നായിരുന്നു ബബിത കയറിയത്? ഞാൻ തമ്പാനൂരിൽ നിന്നാണ് കയറിയത്. ആ കുട്ടിയും തമ്പാനൂരിൽ നിന്നാണ് കയറിയത്. ട്രെയിനിലുണ്ടായിരുന്നു ഒപ്പം. പിന്നെ ഞാൻ നെയ്റ്റിങ്ങര ഇറങ്ങി. അവിടെ അതുവരെ കുട്ടിയും നെയ്റ്റിങ്ങര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാറശാലയിൽ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോ ആ കുട്ടി പാറശാല ഇറങ്ങിയിട്ടില്ല. പിന്നെ ഉള്ള സ്റ്റോപ്പ് കന്യാകുമാരിയാണ്. അവിടേക്കായിരിക്കും കുട്ടി പോയിട്ടുണ്ടാവുക. വേറെ സ്റ്റോപ്പില്ല ഇതിന്റെ ഇടയിൽ. അങ്ങനെയാണ് എന്റെ ഒരു നിഗമനം. ഓക്കെ, ആ കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിചയക്കാരോ അങ്ങനെ അങ്ങനെ ആരെയും കണ്ടില്ല. ഇല്ല. കുട്ടി ആരോട് സംസാരിക്കൊന്നും ചെയ്യണ്ടായിരുന്നില്ല. കുട്ടി ഒരു തരത്തിലും സംസാരിക്കാനോ ഒന്നും താല്പര്യപ്പെട്ടില്ലായിരുന്നു? ഇല്ല. ഞാൻ ഫോട്ടോ എടുത്തപ്പോ കൂടി ദേഷ്യപ്പെടുന്ന പോലെ തോന്നി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാനോ, ഞങ്ങള് ബാക്കി അവിടെ ഉണ്ടായിരുന്നൊക്കെ 1-2 ചേട്ടന്മാരാണ്. അപ്പൊ എന്നിട്ട് കൂടെ ഞങ്ങൾക്ക് സംസാരിക്കാനോ അങ്ങനെയൊന്നും കുട്ടി ശ്രമിച്ചിരുന്നില്ല. അപ്പൊ നോക്കുന്നുള്ളൂ. നമുക്കിപ്പോ ഇന്നിപ്പോ രാവിലെ ഇപ്പൊ നമുക്കൊരു ഇതുണ്ടല്ലോ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇന്നലെ വൈകുന്നേരം ഒന്നാണോ ഇന്ന് രാവിലെ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നോക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതലുള്ള നോക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഈ കോമ്പൗണ്ട് പുറത്തൊക്കെ ഉണ്ട്. ക്യാമറ ഉണ്ട്. അല്ല, നോക്കുന്നേ ഉള്ളൂ. അതല്ലേ പറഞ്ഞത്, നോക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ആള് നോക്കുന്നേ ഉള്ളൂ. വിശദാംശങ്ങളുമായി കഴക്കൂട്ടത്തെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, 28 മണിക്കൂർ പിന്നിടുന്നു ഈ കുട്ടിയെ കാണാതായിട്ട്. പാറശാലയിൽ ഈ കുട്ടി ഇറങ്ങിയിട്ടില്ല എന്ന കൃത്യമായ വിവരം നൽകിയിട്ടുണ്ട്. അതേസമയം കന്യാകുമാരിയിലും എത്തിയിട്ടില്ല. കുട്ടി എങ്ങോട്ട് പോയി എന്ന് പോലീസിന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, കുട്ടിയുടെ വീട്ടുകാർ കൃത്യമായിട്ടുള്ള മൊഴി നൽകിയിട്ടില്ല. അവരുടെ മൊഴികളിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. പ്രശാന്ത്, എന്താണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. ആനന്ദ് നമ്പ്യാർ, കുട്ടിയെ കാണാതായി 28 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ കന്യാകുമാരിയിലെ പരിശോധനകൾ, അന്വേഷണങ്ങൾ ഏകദേശം 6 മണിക്കൂറും പിന്നിടുന്നു. ഈ സാഹചര്യത്തിലും കുട്ടിയെ കണ്ടെത്തുവാനും പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ആദ്യമായി പങ്കുവെക്കാൻ കഴിയുന്നത്. നമുക്ക് ആ കാണാതായതിന്റെ ഒരു വിവരം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രാവിലെ 9:30 കുട്ടി വീട് വിടുന്നതെന്നാണ് കരുതുന്നത്. അതിനുശേഷം 10:34 കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്നത് കണ്ടവരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജ് ആശുപത്രിക്ക് അടുത്ത് വെച്ച് 10
45 കടന്നുപോയി. പിന്നീട് അവിടെ നിന്നാണ് ബസ് കയറി തമ്പാനൂരിലേക്ക് വരുന്നു. ട്രെയിൻ കയറി 1 മണിയോടുകൂടി കന്യാകുമാരി ബംഗളൂർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നു. 40 രൂപ മാത്രമായിരുന്നു കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നും ഈ മാതാപിതാക്കൾ പറയുന്നു. ട്രെയിൻ കന്യാകുമാരിയിൽ ഏകദേശം 3:30 PM കൂടിയാണ്, ഒരു 1.5 മണിക്കൂർ ലേറ്റായെന്നും ആണ്. അതുകൊണ്ട് 3:30 കൂടിയാണ് ഈ കന്യാകുമാരിയിൽ എത്തിയതെന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഒരു സഹയാത്രിക കുട്ടിയെ കാണുകയും ബബിത കുട്ടിയെ കാണുകയും കണ്ടിട്ട് ഒരു അസ്വാഭാവികത തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചിത്രം എടുത്തത്. ആ ചിത്രത്തിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് ഇത് കന്യാകുമാരി ഭാഗത്തേക്കാണ് കുട്ടി പോയതെന്ന്. എന്നാൽ നിലവിലെ വിവരങ്ങൾ, നിലവിലെ അന്വേഷണങ്ങളൊന്നും കന്യാകുമാരിയിലേക്ക് എത്തിയതായിട്ടുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല. നേരത്തെ ആദ്യ പരിശോധന, രാവിലെയുള്ള ആദ്യ പരിശോധനകളിലൊക്കെ 1-2 ആളുകളുടെ മൊഴി ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ കുട്ടിയെ കണ്ടു എന്ന് ഒരു ഓട്ടോ ഡ്രൈവർ അടക്കം പറഞ്ഞിരുന്നു. എന്നാൽ അതും പോലീസ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം ഈ ഓട്ടോ ഡ്രൈവറുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നത് കണ്ടെത്തുകയും അതുകൊണ്ട് ഈ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ കുട്ടിയിലേക്ക് എത്തുവാനുള്ള ഒരു സോളിഡ് എവിഡൻസ് എന്ന രീതിയിൽ ഒന്നും പോലീസിന് ലഭിക്കുന്നില്ല. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയെങ്കിൽ അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭിക്കേണ്ടതായിരുന്നു. അങ്ങനത്തെ പരിശോധനകളിൽ അത്തരം CCTV ദൃശ്യങ്ങളോ ഒന്നും പോലീസിന് ലഭിച്ചതുമില്ല. അങ്ങനെ പരിശോധനകൾ ഈ മേഖലകളിലെല്ലാം പല സ്ഥലങ്ങളിലായി തുടരുകയാണ്. എന്നാലും ആ സ്ഥലത്തൊന്നും കുട്ടിയെ കണ്ടെത്താനുള്ള യാതൊരു തരത്തിലുള്ള തുമ്പും പോലീസിന് ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനി പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രെയിൻ തിരിച്ചത് നെയ്യാറ്റിൻകര, പാറശാല എന്നീ 2 സ്ഥലങ്ങളിലാണ് ഈ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത്. അതിനുശേഷം പിന്നീടുള്ളതാണ് അടുത്ത് കുഴിത്തുറയാണ്, അത് കഴിഞ്ഞാൽ എർണിയിൽ, അത് കഴിഞ്ഞാൽ നാഗർകോവിൽ എന്നീ സ്ഥലങ്ങളുണ്ട്. ഈ 3 സ്ഥലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാണ് കന്യാകുമാരി വരുന്നത്. ഈ 3 ഭാഗങ്ങളിൽ എവിടെയെങ്കിലും കുഴിത്തുറയോ എർണിയിലോ അല്ലെങ്കിൽ നാഗർകോവിലോ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും നാഗർകോവിലാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നാഗർകോവിൽ ഇറങ്ങാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 സംഘങ്ങളായിട്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ വീട്ടിൽ എത്തിയിരുന്നു. കുട്ടിയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് പറയുന്നത് 4 സംഘങ്ങളായി പോലീസ് അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. ആ 4 സംഘങ്ങളായി പോലീസ് അന്വേഷണം നടത്തുമ്പോഴും കുട്ടിയെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതും ഇപ്പോൾ നാഗർകോവിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നതെന്നും പറയുന്നുണ്ട്. അതായത് നാഗർകോവിൽ കേന്ദ്രീകരിച്ച് പല ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്നടക്കമുള്ള കുറച്ച് അത്തരം കാര്യങ്ങളും പോലീസിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി പറയേണ്ടത് നാഗർകോവിലേക്കാണെങ്കിൽ 1 മണിക്കൂറിന് മുൻപേ ആയിരിക്കും നാഗർകോവിൽ എത്തേണ്ടത്. അതായത് ഒരു 2:30 മണിയോട് കൂടി ആയിരിക്കാം ട്രെയിൻ നാഗർകോവിൽ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2:30 മണിക്കും 3 മണിക്കും ഇടയിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഇറങ്ങാനുള്ള സാധ്യത കൂടി പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അടക്കമുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നും പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ നാഗർകോവിൽ പ്രദേശം വിട്ടു കഴിഞ്ഞാൽ പിന്നീട് എങ്ങോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ചെന്നൈ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം, അതായത് ചെന്നൈയിലേക്കുള്ള ട്രെയിനുകളിലൊക്കെ അന്വേഷണം നടത്താൻ പറഞ്ഞിരുന്നു. കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലാണെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് സഹോദരനെ ഫോണിലൂടെ ബന്ധപ്പെടുകയും സഹോദരൻ ചെന്നൈയിലല്ല ബംഗളൂർ മെജസ്റ്റിക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ള വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പല രീതിയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ ലഭിക്കുന്നത്. മാത്രമല്ല പ്രശാന്ത്, പോലീസ് എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴി വിശ്വാസത്തിലെടുക്കാത്തത്? ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ 2ാം അമ്മയുടെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് എന്ന വിവരം ഉണ്ട്. ഇപ്പോൾ അയൽവാസി പറയുന്നതും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? പോലീസ് 2 തവണ ഇവിടെ വന്നിരുന്നു, വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെയ്തിരുന്നു ബന്ധുക്കളോട്. എന്നാൽ ആ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. കൃത്യമായ രീതിയിൽ ഒരു മൊഴി നൽകുവാൻ അല്ലെങ്കിൽ തുടക്കത്തിൽ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ നൽകിയ ഇൻഫർമേഷനാണ് പോലീസ് പറയുന്നത് അതിൽ തെറ്റായി പോയിരുന്നു. കാരണം ആ നൽകിയ ഇൻഫർമേഷൻ അനുസരിച്ചല്ല, അല്ലെങ്കിൽ ആ തന്ന വിവരങ്ങൾ അനുസരിച്ചല്ല കുട്ടി വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല ആദ്യ സമയത്ത് തന്ന മൊഴിയല്ല രണ്ടാമത്തിരുന്നതെന്നും പോലീസ് പറയുന്നു. ഇതാണ് പോലീസിനെ ആശങ്കപ്പെടുത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു കാര്യം, ഈ കേസ് നൽകാൻ വൈകിപ്പോയി. 9:30 കുട്ടി കാണാതാകുന്നു, അല്ലെങ്കിൽ 10 മണിയോട് അടുപ്പിച്ച് കുട്ടിയെ കാണാതായെങ്കിലും 1 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 4 മണിയോട് അടുപ്പിച്ചാണ് പരാതി നൽകിയത്. പരാതി നൽകിയതിനു ശേഷമാണ് ആക്ഷൻ എടുത്തതെന്നാണ് ആക്ഷൻ എടുക്കാൻ തുടങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും അതാണ് അന്വേഷണത്തെ വെല്ലുവിളിയായി ഉയർന്നത്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നതിൽ വെല്ലുവിളി വന്നതെന്നാണ് പോലീസിന്റെ ഒരു ഭാഷ്യം ഇപ്പോൾ പറയുന്നത്. എന്നിരുന്നാലും 4 മണിക്ക് പരാതി നൽകിയാലും ഈ
6 മണിയോടുകൂടി കന്യാകുമാരിയിലേക്ക് തിരിച്ചു വന്നൊരു വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് സംഘം യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല, അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോയില്ല. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ പോലീസിന്റെ സംഘം കന്യാകുമാരി കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വിവരം ലഭിച്ചെങ്കിൽ പോലും ആ വിവരത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണം നടത്തുവാൻ കഴിഞ്ഞ ദിവസം പോലീസിന് സാധിച്ചില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പക്ഷേ സാധിച്ചിരുന്നെങ്കിൽ പോലും ആ രീതിയിൽ ആ ഒരു ചിത്രം ഒരു സഹയാത്രിക അയച്ചു തന്നിരുന്നു. ആ അയച്ചു തന്ന ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു എന്ന് ഇപ്പോൾ ചില വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകാതെ പോലീസ് ഇന്ന് രാവിലെയോടുകൂടിയാണ് കന്യാകുമാരി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ ആ നിലവിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഒരു തുമ്പും പോലീസിനും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. കന്യാകുമാരിയിലെ പല സ്ഥലങ്ങളിലും കുട്ടിയുമായുള്ള കുട്ടിക്കായുള്ള അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. ചിത്രങ്ങളടക്കം കാണിച്ചുകൊണ്ട് അവിടെയുള്ള പ്രദേശവാസികളോടും അതുപോലെ തന്നെ മറ്റ് കച്ചവടക്കാരോടും എല്ലാം അന്വേഷിക്കുന്നെങ്കിൽ പോലും ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഒന്നും കണ്ടുകിട്ടാനായില്ല. അതിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ളൊരു CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള തെളിവുകളോ ഒന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഇതെല്ലാമാണ് ഇപ്പോൾ വെല്ലുവിളിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിലെ അന്വേഷണം ഇനി തുടരുന്നതിൽ അർത്ഥമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് ചിന്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയും സമയം തുടർന്നാലും അതിൽ ആ തുടർന്നതിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യത്തിലെല്ലാം പോലീസിന് ഇപ്പോൾ ആശങ്ക ഉള്ളതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് ഈ മറ്റു സ്ഥലങ്ങളിലും, അതായത് കുട്ടി എത്തേണ്ട ട്രെയിൻ വരുന്ന വഴിയിലുള്ള ഈ നാഗർകോവിൽ അടക്കമുള്ള ആ ഭാഗങ്ങളിൽ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അവിടെയും CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ് പ്രശാന്ത്, ഞാൻ വരാം. ആർ രാജീവൻ ചേരുന്നു. രാജീവ്, തസ്മിത് കാണാമറയത്തായിട്ട് 28 മണിക്കൂർ പിന്നിടുന്നു. രാജീവ്, പോലീസ് എന്താണ് പറയുന്നത്? ഈ അന്വേഷണം അത് സാർത്ഥകമാവാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ? എന്തായാലും ഈ കുട്ടി ട്രെയിൻ കയറി എന്ന് വ്യക്തമായിട്ടുണ്ട്. ആ ട്രെയിനിൽ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ പാറശാലയ്ക്കപ്പുറത്ത് ഒരു വിവരവും ഇല്ല ഈ കുട്ടിയെക്കുറിച്ച്. കുട്ടി പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോലീസിന് എന്തെങ്കിലും തുമ്പ് കിട്ടിയിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ രാജീവ്? അനിൽ നമ്പ്യാർ, നമ്മൾ അല്പസമയം മുൻപ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് കാര്യമായ ഒരു വിവരവും കുട്ടിയെക്കുറിച്ച് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കന്യാകുമാരി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് വളരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തിയെങ്കിലും ഈ ദൃശ്യങ്ങളിലൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടി കയറി എന്ന് പറയുന്ന കന്യാകുമാരി എക്സ്പ്രസ് എത്തിയ സമയത്ത് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നത്, ഒന്നുകിൽ പാറശാല കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങാനുള്ള ഒരു സാധ്യത, അത്തരം സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല പാറശാല കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് നാഗർകോവിലാണ്. ഈ നാഗർകോവിലിൽ കുട്ടി ഇറങ്ങുകയും അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ കയറി എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് RPFന്റെ ചെന്നൈ റീജിയനിൽ കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നാഗർകോവിലിൽ നിന്നോ കന്യാകുമാരിയിൽ നിന്നോ ചെന്നൈയിലേക്കോ മറ്റെവിടേക്കെങ്കിലും പോയിരിക്കുന്ന ട്രെയിനുകളിൽ കൃത്യമായ പരിശോധന വേണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ കത്ത് നൽകിയിരിക്കുന്നത്. ലോക്കൽ കമ്പാർട്ട്മെന്റുകളിൽ ഉൾപ്പെടെ പരിശോധന വേണമെന്ന ആവശ്യം RPFന് മുന്നിൽ നിലവിൽ പോലീസ് വെച്ചിട്ടുണ്ട്. കാരണം നാഗർകോവിലിൽ നിന്ന് നിരവധി ട്രെയിനുകൾ തിരുനെൽവേലി വഴിയും മറ്റും ചെന്നൈയിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ ട്രെയിനുകളിലൊക്കെ പരിശോധന വേണമെന്ന ഒരു ആവശ്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ചെന്നൈയിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ട്. ഈ കന്യാകുമാരിയിൽ നിന്നും അതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്നും ചെന്നൈയിലെത്തിയ ട്രെയിനുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തുന്നുണ്ട്. തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് അത്തരം അന്വേഷണങ്ങൾ നടക്കുന്നത്. രാവിലെ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ചെന്നൈ കമ്മീഷണറുമായി സംസാരിച്ചതിന് ശേഷമാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തുടങ്ങിയത്. ഇതിനൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉള്ളത് മറ്റേതെങ്കിലും ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക പോലീസിന് വലിയ ബുദ്ധിമുട്ടാകും. കാരണം ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ CCTV സംവിധാനമില്ല. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷന് മാത്രമാണ് CCTV സംവിധാനം ഇനിയുള്ളത്. ആ CCTV സംവിധാനം കൂടി പരിശോധിച്ചതിന് ശേഷം മറ്റു മാർഗങ്ങൾ നേടാനാണ് നിലവിൽ പോലീസ് ആലോചിക്കുന്നത്. അതായത് ഈ ചെറിയ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കടകളിലോ മറ്റോ CCTV സംവിധാനം ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് കുട്ടി എവിടേക്ക് പോയി എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ മേഖലകളിലെ ബസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന വസ്തുത തന്നെയാണ്
നിലനിൽക്കുന്നത്. രാവിലെ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി പുറത്തു വന്നത്. കുട്ടിയെ താൻ പുലർച്ചെ കണ്ടു എന്നും ബീച്ച് സൈഡിലേക്ക് കുട്ടി പോയി എന്നുമായിരുന്നു ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും കന്യാകുമാരി ബീച്ചിന് സമീപമൊക്കെ പരിശോധന നടത്തുകയും ചെയ്തത്. എന്നാൽ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടി കയറി എന്ന് പറയുന്ന ട്രെയിൻ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. കുട്ടിയെ ദൃശ്യങ്ങളിൽ കാണാനില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. വളരെ വിശദമായി തന്നെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഏതായാലും ഇനി നാഗർകോവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. ഉടൻ തന്നെ അക്കാര്യത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സംഘം നാഗർകോവിലേക്ക് പോകും എന്നാണ് നിലവിൽ പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിൽ ചെറിയ നിസ്സഹകരണം ഉണ്ടായി എന്ന് പോലീസിന് പരാതി ഉണ്ടായിരുന്നു. പിന്നീട് ഉന്നത തലത്തിൽ ഇടപെടൽ ഉണ്ടായതോടെയാണ് തമിഴ്നാട് പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. RPF ഇപ്പോൾ സജീവമായി തന്നെ ഈ അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട്. ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് RPFന്റെ പരിശോധന നടക്കുന്നത്. രാജീവ്, കുട്ടി തനിച്ചാണ് യാത്ര ചെയ്യുന്നത്. കുട്ടിയുടെ യാത്രയ്ക്ക് ഒരു ലക്ഷ്യം എന്തായാലും ഉണ്ട്. ഒരു ലക്ഷ്യസ്ഥാനത്തേക്കായിരിക്കും ഒരുപക്ഷെ യാത്ര ചെയ്യുന്നത്. ഈ പാറശാലയ്ക്കും അതുപോലെ നാഗർകോവിലിനും ഇടയിൽ ആയിരിക്കും ഇനി അന്വേഷണം ഊർജിതമാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കടുങ്കൈ ചെയ്യാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? കാരണം കുട്ടി രണ്ടാനമ്മയുടെ പീഡനം സഹിക്കവയ്യാതെയാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ കടുങ്കൈ ചെയ്യണമെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെയാവാം. പക്ഷേ ഈ യാത്രയ്ക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അത് ഇനി ചെന്നൈയിലുള്ള സഹോദരൻ്റെ അടുക്കലായിരിക്കുമോ? അവർ ബന്ധപ്പെട്ടതിൻ്റെ വല്ല സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അനിൽ നമ്പ്യാർ, അതുമായി ബന്ധപ്പെട്ട സാധ്യതകളും നിലവിൽ പോലീസ് പരിശോധിച്ചിരുന്നു. രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ചെന്നൈയിലേക്കുള്ള ട്രെയിനുകളിൽ പരിശോധന നടത്തണമെന്ന നിർദ്ദേശം RPFന് നൽകുകയും RPF അത്തരത്തിലുള്ള പരിശോധനകൾ നിലവിൽ നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, ഈ റെയിൽവേയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ കുട്ടിയുടെ ചിത്രം ഉൾപ്പെടെ അയച്ചു നൽകിയിട്ടുണ്ട്, വിവരങ്ങൾ അയച്ചു നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും നിലവിൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ചില പ്രതിസന്ധികൾ ഉള്ളത്. അതായത് പാറശാലയ്ക്ക് ശേഷം കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, പാറശാല കഴിഞ്ഞുള്ള ഏതെങ്കിലും ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് കാരണം അവിടെ CCTV ഇല്ല എന്നുള്ളതാണ്. അതേസമയം നാഗർകോവിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കുട്ടി എവിടേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പ്രധാനമായും പോലീസ് പറയുന്നത്. മാത്രമല്ല, ഈ കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിവരം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് മാധ്യമങ്ങൾ ഈ സഹോദരനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ബംഗളൂരിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെന്നൈയിൽ താൻ ജോലി ചെയ്യുന്നില്ല എന്നും സഹോദരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പെൺകുട്ടിക്ക് ഈ സഹോദരൻ ചെന്നൈയിലാണെന്നൊരു വിവരമായിരിക്കാം ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണോ പെൺകുട്ടി ഇവിടേക്ക് പോയത് എന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരങ്ങൾ നൽകാൻ പോലീസിന് ഇപ്പോഴും കഴിയുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിൽ വലിയ പ്രതിസന്ധി പോലീസ് ഈ അന്വേഷണത്തിൽ നേരിടുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ CCTV ദൃശ്യങ്ങളിൽ ഒന്നും കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. മാത്രമല്ല, മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറുന്നുമില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, കുട്ടിയുടെ ഈ കുടുംബം സംസാരിക്കുന്നതിൽ പോലും ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ചില വിവരങ്ങളൊക്കെ പോലീസിൽ നിന്ന് മറച്ചു വെക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ സഹോദരനെ കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മറച്ചു വെച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി നൽകിയിരുന്നില്ല. ഇത് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കി എന്നാണ് പോലീസ് പ്രധാനമായും പറയുന്നത്. ഏതായാലും ഈ കുട്ടിയെ കാണാനായിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. 28 മണിക്കൂർ പിന്നിടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അന്വേഷണത്തെ അത് പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, മറ്റൊരു സംസ്ഥാനമാണ്, അവിടെ കേരള പോലീസിന് പരിമിതികളുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും വളരെ വിശദമായ തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത്. ഇനി ഏതായാലും വരും മണിക്കൂറുകളിൽ ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണം തീർച്ചയായും ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ അവിടേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലീസിനുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഈ ഓട്ടോ ഡ്രൈവർ നൽകിയ മൊഴിയാണ്. മാത്രമല്ല, ഈ കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിലാണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ കണ്ടു എന്ന തരത്തിലൊരു മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് സംഘം അവിടെ എത്തുകയും ഈ ഓട്ടോ ഡ്രൈവറുമായി ബീച്ചിലും മറ്റുമൊക്കെ പോയി തിരച്ചിൽ നടത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചത്. പക്ഷേ ആ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് കന്യാകുമാരിയിൽ കുട്ടി എത്തിയിട്ടില്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്കാണ് നിലവിൽ പോലീസ് എത്തുന്നത്. എത്തിയിരുന്നെങ്കിൽ ഈ CCTVയിൽ പതിയുമായിരുന്നു. അല്ലെങ്കിൽ രാജീവ്, ഞാനൊന്ന് ടിൻഡുവിലേക്ക് പോവുകയാണ്. ടിൻഡു, ഇന്നലെ രാത്രി മുതൽ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന റിപ്പോർട്ടർ ആണ്. ടിൻഡു നാഗർകോവിൽ എത്തിയോ? പുതുതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ടിൻഡു?
അനിൽ നമ്പ്യാർ, ഇപ്പോൾ അരമണിക്കൂർ കൂടി കന്യാകുമാരിയിൽ പ്രാദേശികമായിട്ടൊരു ചെറിയ രീതിയിലുള്ള തിരച്ചിൽ കൂടി നടത്തട്ടെ എന്നാണ് പോലീസിന്റെ തീരുമാനം. പോലീസ് ഇപ്പോൾ ഇവിടെ തുമ്പ സ്റ്റേഷനിൽ നിന്നുള്ള CI ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഏതാണ്ട് 3 പോലീസുകാരും ഈ 4 റൗണ്ടുകളായിട്ട് പരിശോധന നടത്തി. പക്ഷെ ആ പരിശോധനകളെല്ലാം വിഫലമായിരുന്നു. ആ പരിശോധനകളിലൊന്നും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസിന് ഈ കാര്യത്തിൽ വീഴ്ച പറ്റി എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ ആദ്യമേ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കണമായിരുന്നു. റൂറൽ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ ആ മേഖലകളിൽ CCTV ദൃശ്യങ്ങളില്ല. അപ്പോൾ ആ മേഖലകളിൽ ആദ്യം പരിശോധന നടത്തണമായിരുന്നു. പാറശാല, നെയ്യാറ്റിൻകര മേഖലകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് കന്യാകുമാരി മേഖലയിലേക്ക് പരിശോധന നടത്തിയത്. ഈ പാറശാലയിൽ വെച്ചാണ് ഈ കുട്ടിയുടെ ദൃശ്യം ഈ നെയ്യാറ്റിൻകര സ്വദേശി പകർത്തുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നീട് ഈ കുട്ടി എവിടെ നിന്നും ട്രെയിനിൽ കയറി എന്നൊരു കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം ഐലൻഡ് എക്സ്പ്രസിന്റെ കഴക്കൂട്ടത്തും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നും കുട്ടി കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ആകെ പോലീസിന്റെ കയ്യിലുള്ളൊരു തെളിവ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഫോട്ടോ പാറശാല വെച്ച് നെയ്യാറ്റിൻകര സ്വദേശി എടുത്തിട്ടുണ്ട്. അത് വെളുപ്പിന് 3:30 മണിയോട് കൂടി പോലീസിന് കിട്ടുന്നു. അതും അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി 8 മണിയോട് കൂടി ലഭിച്ച 2 CCTV ദൃശ്യങ്ങൾ. ഈ 2 CCTV ദൃശ്യങ്ങളും ഈ ഫോട്ടോയും വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ അന്വേഷണത്തിന്റെ ബേസിസിലാണ് ഇന്ന് കന്യാകുമാരിയിലെ പരിശോധനകൾ നടത്തിയതെങ്കിലും വിഫലമായിരുന്നു. കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം ബീച്ച് പ്രധാനമായിട്ട് 3 മേഖലകളിലായിട്ടാണ് ബീച്ചിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, വീടുകൾ തിങ്ങിക്കൂടിയ പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കന്യാസ്ത്രീമാർ നടത്തുന്ന സ്റ്റഡി സെന്ററുകൾ, ഈ 3 ഇടങ്ങളിലായിട്ടായിരുന്നു പരിശോധന നടത്തിയത്. സ്റ്റഡി സെന്ററിൽ പരിശോധന ആയിരുന്നില്ല. ഈ ഇത്തരത്തിലൊരു കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പോലീസ് ചെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. പിന്നീട് കച്ചവട വ്യാപാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഫോട്ടോ കാണിച്ചിട്ട് കുട്ടീനെ കണ്ടോ എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് കഴിഞ്ഞ 4 മണിക്കൂറുകളായിട്ട് വിശ്വസ്തതയിലെടുത്തത് ഓട്ടോക്കാരന്റെ മൊഴിയായിരുന്നു. ഓട്ടോക്കാരൻ ഇത്തരത്തിൽ കുട്ടിയെ കണ്ടിട്ടുണ്ട് എന്ന് ഒരു മൊഴി നൽകുക. ഇതിന്റെ ബേസിസിലാണ് ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നത്. നമുക്കറിയാം ഈ ഏറ്റവും അവസാനത്തെ സ്റ്റേഷനാണ് കന്യാകുമാരി. കന്യാകുമാരിയിൽ വന്നിറങ്ങിയാൽ പിന്നെ ഇവിടുന്ന് ഈ കന്യാകുമാരിയിൽ നിന്നും പുറത്തോട്ട് പോകണമെങ്കിൽ നാഗർകോവിലേക്ക് പോയാൽ മാത്രമേ തമിഴ്നാട്ടിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കന്യാകുമാരിയിൽ നിന്നും നാഗർകോവിലേക്ക് കുട്ടി പോയിട്ടില്ല. സ്വകാര്യ ബസ്സുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട് പോലീസ് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പല ഘട്ടങ്ങളിലും നമ്മൾ മാധ്യമങ്ങൾ ഈ തമിഴ്നാട് പോലീസിനോട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിനോട് വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കുട്ടി ആദ്യം ഉണ്ടായിരുന്ന കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായിരുന്ന വിലയിരുത്തൽ കുട്ടി കന്യാകുമാരിയിൽ തന്നെ വന്നിറങ്ങിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാഗർകോവിൽ എത്തിയതിനു ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ രാവിലെ മുഴുവൻ ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരുന്നു. പിന്നീട് ഈ റെയിൽവേ സ്റ്റേഷൻ എൻട്രി എക്സിറ്റും ഒക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ്. മറ്റു 2 ഭാഗങ്ങളും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. കാരണം ഈ ബീച്ച് അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങൾ അന്വേഷിച്ചു. പക്ഷേ ഈ സമീപ പ്രദേശങ്ങളിലുള്ള തെരച്ചിൽ നടന്നിട്ടില്ല. ഒരു പക്ഷേ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുള്ളിലെയും കോട്ടയാടിനുള്ളിലെയും CCTV ദൃശ്യങ്ങൾ കുട്ടിയുടെ ദൃശ്യം അല്ലെങ്കിൽ CCTVയിൽ കുട്ടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നാഗർകോവിലേക്ക് ഇപ്പോൾ അന്വേഷണം മാറ്റുന്നത്. 2 സംഘം പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ഒരേ സമയം തന്നെ കന്യാകുമാരിയിലും നാഗർകോവിലും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമായിരുന്നു. പക്ഷെ പോലീസിന് സംഭവിച്ചത് കന്യാകുമാരിയിലെ മാത്രം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം നാഗർകോവിലേക്ക് പോകുന്ന ഒരു പ്രവണത. അപ്പോൾ അത്രയും സമയം അവിടെ പോയി ആദ്യമേ തന്നെ ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഗോൾഡൻ അവേഴ്സ് പോലീസിൽ നഷ്ടപ്പെട്ടിരുന്നു. രാവിലെ 10 മണിയോട് കൂടി കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. 10:40 കുട്ടി ആദ്യത്തെ CCTV ദൃശ്യത്തിൽ
ആദ്യ CCTV ദൃശ്യത്തിൽ പതിയുന്നു. അതിനുശേഷം രണ്ടാമത്തെ CCTV ദൃശ്യത്തിൽ പതിയുന്നു. അപ്പോൾ 40 മിനിറ്റോളം കുട്ടി ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും 200 മീറ്റർ 300 മീറ്റർ മാറിയുള്ള പ്രദേശത്ത്, അതായത് ഏതാണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ സമീപത്തായിട്ടുള്ള സ്റ്റേഷൻ ഷോപ്പിൽ നിന്നാണ് കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഒരു 40 മിനിറ്റോളം കുട്ടി ആ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടി അയൽവക്കക്കാരുടെ നിർബന്ധ പ്രകാരമാണ് വീട്ടുകാര് പോലീസിൽ പരാതി കൊടുക്കുന്നത്. പരാതി കൊടുക്കുന്ന സമയം അപ്പോഴേക്കും 4 മണി ആയിട്ടുണ്ട്. അപ്പൊ 11 മണി മുതൽ 4 മണി വരെ കുട്ടി സിറ്റിയിൽ തന്നെ കറങ്ങി നടന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ 1.5 മണിക്കൂർ വൈകി വന്ന ഐലൻഡ് എക്സ്പ്രസിൽ കുട്ടി കയറുന്നത്. അപ്പോൾ സ്വാഭാവികമാണ്, പ്രധാനപ്പെട്ട ഒരുപക്ഷെ കുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട മണിക്കൂറുകളെല്ലാം കുട്ടി സിറ്റിയിലും അതോടൊപ്പം തന്നെ ട്രെയിനിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയെ കാണുന്നത് ഉച്ചയ്ക്ക് 2:30 മണിയോട് കൂടിയാണ് പാറശാലയിൽ വെച്ച്. പിന്നീട് ഈ ബബിത എന്ന വിദ്യാർത്ഥി ഈ പോലീസിനെ വിവരം അറിയിക്കുന്നത് വെളുപ്പിന് 3 മണിയാണ്. അപ്പോൾ അത്രയും സമയവും അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള സമയമൊക്കെ വിവിധ ഘട്ടങ്ങളിലായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ പരാതി കൊടുക്കാൻ വൈകിയാലും പോലീസ് വിവരങ്ങൾ ശേഖരിക്കാൻ വൈകിയാലും പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചത് അന്യ സംസ്ഥാനത്തേക്ക്, അതായത് കുട്ടിയുടെ സ്വദേശമായ അസമിലോട്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു തിരുവനന്തപുരത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്ന അമ്മ എക്സ്പ്രസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടന്നത്. ടിൻഡു, ഞാൻ തിരിച്ചു വരാം. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരി കന്യാകുമാരിയിൽ എത്തിയതിന് സ്ഥിരീകരണമില്ല. റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന വേണമെന്നാവശ്യപ്പെട്ട് RPF ചെന്നൈ റീജിയന് കേരള പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. പാറശാലയ്ക്കും കന്യാകുമാരിക്കുമിടയിലുള്ള ഇരണിയൽ, കുഴിത്തുറ, നാഗർകോവിൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തും. കന്യാകുമാരിയിലെ തെരച്ചിൽ 6-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ കുട്ടിയെക്കുറിച്ച് വ്യക്തമായ സൂചനകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതേസമയം കുട്ടിയുടെ കുടുംബത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്നതായി പോലീസ് പറയുന്നു. കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നാണ് പോലീസിൻ്റെ പരാതി.